ഇപ്പോൾ നിലമ്പൂർ ഐഷാത്തയുടെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. കുറച്ചങ്ങോട്ടേക്ക് പോയാൽ ഐഷാത്തയുടെ വീടായി. നിലമ്പൂർ ഐഷ ഒരു കാലത്ത് മലയാള സാംസ്കാരിക രംഗത്തെ ശരിയായ ദിശയിൽ മുൻപോട്ട് നയിച്ചവരിൽ ഏറ്റവും പ്രമുഖയായ ഒരു വ്യക്തിയാണ്. കേരള നൂർജഹാൻ എന്നാണ് അവരൊരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അവരെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയതാണ് യാഥാസ്ഥിതികത്വം. അവരൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ അവരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ്. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത വലിയ പീഡനങ്ങളെയും അവഹേളനങ്ങളെയും എല്ലാം നേരിട്ട് ധീരമായി മുൻപോട്ട് വന്ന ഒരു കലാകാരിയാണവർ. അവർക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? നിലമ്പൂർ ഐഷ എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു കാലഘട്ടത്തിൻ്റെ കർമ്മസാക്ഷിയായ ആ കലാകാരിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഏറ്റവും മുതിർന്ന കേരളത്തിലെ കലാകാരികളിൽ ഒരാളായിരിക്കും അവർ. അവരെ എത്ര നീചമായിട്ടാണ് അധിക്ഷേപിച്ചത്? അതിനീചമായി അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറി വിളിച്ച് കണ്ണുപൊട്ടിക്കും എന്നുള്ളതാണ് നല്ല. അശ്ലീലം പറഞ്ഞ് ആക്ഷേപിക്കുന്നതാണ്. അതിന് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് മുതിർന്ന നേതാക്കന്മാർ. അതേസമയം UDF സ്ഥാനാർത്ഥിയുടെ ഒരു ദിവസം വാഹനത്തിൽ കേരളത്തിലെ ഒരു ചലച്ചിത്ര നടനുണ്ടായിരുന്നു. അദ്ദേഹം കാര്യമായി വോട്ടഭ്യർത്ഥിക്കുകയും UDF സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടതെന്ന് പറയുകയും ചെയ്തു. എനിക്കൊരു അസ്വസ്ഥതയും തോന്നിയില്ല. വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, ജനാധിപത്യ അഭിപ്രായമാണ്. അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം UDF സ്ഥാനാർത്ഥിക്ക് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ എന്തിനതിന് അസ്വസ്ഥരാവണം? ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം വിളിച്ചു പറയുന്നതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ചലച്ചിത്ര രംഗവുമായി ബന്ധമുള്ള ഒരാളാണ് സ്ഥാനാർത്ഥി. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമേ ഉള്ളൂ. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനും, LDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാനും, ആരെയും പിന്തുണയ്ക്കണ്ട എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാനും എല്ലാമുള്ള അവകാശം ഇവിടെയുണ്ട്. ഇത് ജനാധിപത്യ സമൂഹമാണ്. അപ്പോൾ അതിൽ കുറച്ച് പേർ അഭിപ്രായം പറയുമ്പോഴേക്ക് സാഹിത്യരംഗത്തുള്ള ചിലർക്ക് അസ്വസ്ഥത. അവർ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എവിടെ വേണമെങ്കിലും അഭിപ്രായം പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണെന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. ഞാൻ ഏതൊന്നും പറയുന്നില്ല. എന്നിട്ട് ഒരാൾ പറയുമ്പോൾ അയ്യോ നിങ്ങളങ്ങനെ പറയാൻ പാടുണ്ടോ? അത് പറയാൻ ഓരോരുത്തർക്കും അവരവരുടെ അവകാശമുണ്ട്. അതിന് നിലമ്പൂർ ഐഷയെ പോലുള്ള ഒരാളെ അധിക്ഷേപിച്ച് തെറി വിളിച്ച് അശ്ലീലം പറഞ്ഞു പറയുന്നത് ഏത് മാനസികാവസ്ഥയിലെത്തി എന്നതിൻ്റെ ഒരു തെളിവാണ്. ഇത്തരം ആളുകളാണ് ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പുകളെയും ഒക്കെ മലീമസമാക്കുന്നത്. മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൈവ മാലിന്യം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം എന്നൊക്കെ പറയുന്നത് പോലെ മറ്റേ വാക്കുകളുടെ മാലിന്യവുമുണ്ട്, അഭിപ്രായങ്ങളുടെ മാലിന്യവുമുണ്ട്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംസ്കരിക്കാനുള്ള സംവിധാനമൊന്നും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുമില്ല. ഏതായാലും ഞാൻ ശക്തമായി അപലപിക്കുന്നു. നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൻ്റെ ഒരു പ്രതീകമാണ്. നിലമ്പൂർ തേക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രതീകമാണ് നിലമ്പൂരിൻ്റെ. അവർ ആരുടെ മുൻപിലും ഇതുവരെ കൂസിയിട്ടില്ല, വെടിയുണ്ടകളെ ഭയപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരെ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ, LDFന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അധിക്ഷേപിക്കാനും അശ്ലീലം പറയാനുമുള്ള നീക്കം നീചമാണ്, ഹീനമാണ്. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാർ ഇത് വിലക്കണം. അവർ പറയണം, ഇങ്ങനെ പറഞ്ഞുകൂടാ, അത് തെറ്റാണ് എന്ന് പറയണം. അത് പറഞ്ഞാൽ മാത്രമേ ഒരു ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ അവസാനിക്കൂ. അതാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിൽ ചിലയിടങ്ങളിലൊക്കെ എന്നെ അനുഗമിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഇന്ന് ആരാണ് അനുഗമിക്കുന്നത് വെച്ചാൽ ഈ സംശയം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആശമാർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ആശമാരുടെ കാര്യമാണ് പറഞ്ഞത്. ആശമാർ പ്രചരണ രംഗത്തുണ്ട്. ഇന്നലെ ഞാൻ പങ്കെടുത്ത പരിപാടിയിലും ആശമാർ വരികയും മാലയിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആശമാർക്ക് ഇടതുപക്ഷ ആഭിമുഖ്യമാണുള്ളത്. അതിന് കാരണം 1000 രൂപ മാത്രം ഓണറേറിയം വാങ്ങിയിരുന്നവർ, 1000 രൂപ മാത്രം ഓണറേറിയം വാങ്ങിയവർ ഇപ്പോൾ ഓണറേറിയം മാത്രം 7000 മാറി, 7 ഇരട്ടിയായി മാറി. ആ 7 ഇരട്ടിയാക്കിയ ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനോടും ആ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളോടുമാണ് അവർക്ക് ആഭിമുഖ്യം. അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല, ഇനിയും കൊടുക്കണം. അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. അവർ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ്, നമ്മുടെ സഹോദരിമാർ, ഈ സമൂഹത്തിൻ്റെ കരുത്താണവർ. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി അവർക്ക് കൊടുത്താലും അത് അധികമൊന്നുമല്ല. അവർക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും LDF ഗവൺമെൻറ്. 7 ഇരട്ടിയാക്കിയവർക്ക് 8 ഇരട്ടിയാക്കാൻ ആരുടെയെങ്കിലും ശുപാർശ വേണോ? ആരെങ്കിലും സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സംസ്ഥാനത്തിൻ്റെ ധനലഭ്യതയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും. അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കും. ഇനിയും അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും. അവരുടെ സേവനത്തെ വിലമതിക്കുകയും ചെയ്യും. ആ കാര്യത്തിലൊരു സംശയവുമില്ല. എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല.
അവർ അങ്ങനെ ആശമാരുടെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവർ നാളെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരിലായിരിക്കും സമരം ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും. അവരെല്ലാ കാലത്തും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാണ്. അപ്പോൾ അവരാരെങ്കിലും വന്ന് പ്രചരണം നടത്തിയാൽ യഥാർത്ഥ ആശമാർ വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളും. ആശമാരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത്. ആശമാരുടെ പേരിൽ പ്രചരണം നടത്തുന്നവരെയല്ല, ആശമാരെയാണ് ജനങ്ങൾ മുഖവിലയ്ക്കെടുക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുകയേയില്ല.